ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ബാലിയിലെ 4ാമത്തെ ഡേ ആണ്, അതായത് ലാസ്റ്റ് ഡേ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ലേറ്റായി പോയി, കാരണം കുറച്ച് മടിയും കാരണങ്ങളുമായിട്ട് ഞാൻ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നിന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ താഴെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് കോഫി കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ ബ്ലാക്ക് കോഫി നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊതുവേ എനിക്ക് ബാലിയിലെ വേറെ റെസ്റ്റോറൻറ്റിന് കഴിച്ചതിനേയും കാട്ടിലും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ കോഫിയെ കുടിച്ചതിന് ശേഷം ഞാനൊരു പാൻ കേക്കും ഹണിയും ചോക്ലേറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ നമ്മുടെ കേരളം വിട്ട് പോയാൽ തന്നെ എനിക്കധികം ഫുഡ് അങ്ങനെ പിടിക്കത്തില്ല. ഇവിടെ വരുന്ന ടൈമിലും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, അവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, കാരണം ടേസ്റ്റൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെയാണ് മനസ്സിലായത് അതൊക്കെ വെറും തോന്നലായിരുന്നെന്ന്. നല്ല ടേസ്റ്റായിരുന്നു ഫുഡ്. അങ്ങനെ പാൻ കേക്ക് കഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ പൂളിൻ്റെ സൈഡിൽ ഒരു ലൈവായിട്ട് ഓംപ്ലേറ്റൊക്കെ അടിച്ചു കൊടുക്കും. ഇവർ ഇവിടെ ഓംപ്ലേറ്റിനെ പറയുന്നത് മോഹോൺ അൻഡ്രിയ, അങ്ങനെ എന്തോ ആണ് സംഭവം. നമ്മൾ വായിച്ചാൽ തെറ്റിപ്പോവും. അങ്ങനെ ഞാനൊരു ബുൾസ് അടിക്കാൻ വന്ന എൻ്റെ അവസ്ഥ ഇപ്പോൾ കാണാം. ഓൺലി ഹാഫ് കുക്ക്. താങ്ക് യു ഗൈസ്. എൻ്റെ ബുൾസ് ഇവർ തിരിച്ചിട്ടു. എൻ്റെ ബുൾസെ തിരിച്ചിട്ടിരുന്നു. ഞാൻ പറഞ്ഞു ബുൾസേന്ന്. അവർ ബുൾസേന ഞാൻ ഫ്രൈഡ് ഓംലെറ്റ് നല്ല പറയാനുള്ളത്, ഫ്രൈഡ് എഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഫ്രൈഡ് എഗ് തിരിച്ചിട്ടേരും. അയ്യോ, എൻ്റെ ബുൾസ് എങ്ങനെയാണ് ഗൈസ്? എൻ്റെ ബുൾസ് അതാ ഇങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ ഇരിക്കണ. അവരതിനെ മറിച്ചിട്ട് തന്ന്. ഞാൻ ഇതിൻ്റെ മഞ്ഞയൊക്കെ പൊട്ടി ഇങ്ങനെ വന്നു. ബുൾസെ ഞാൻ എങ്ങനെയൊക്കെയോ കഴിക്കാൻ വേണ്ടി നല്ലപോലെ പാടുപെടുന്നുണ്ട് ഗൈസ്. ഇന്ന് നമ്മുടെ 4ാമത്തെ ഡേ ആണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ബാലിയിലെ ലാസ്റ്റ് ഡേ. നമ്മളിപ്പോൾ തനാലോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് 19 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ നമുക്കിനി തനാലോട്ടിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ തനാലോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സെമ്നിയാക്കിൽ നിന്ന് 19 കിലോമീറ്ററാണ് തനാലോട്ടിലോട്ടുള്ളത്. നല്ല വെയിലുണ്ട് ഇവിടെ, പക്ഷെ കാറ്റുമുണ്ട്. കൊള്ളാം. ടൈം ഇപ്പോൾ ഇവിടെ 11:30 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇറങ്ങാനുള്ള നമ്മളിന്ന് ഷോർട്സ് എടുത്തോണ്ട് ചിലപ്പം ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള ബീച്ച് കാണൂലായിരിക്കാം. ഇവിടുത്തെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. ഇന്നലെ ഒരു ഓറിയോ ഐസ്ക്രീം കഴിച്ചായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇന്ന് വാങ്ങിച്ചായിരുന്നു ഐസ്ക്രീം. ബാലിയിൽ ഏതൊരു സ്ഥലത്ത് പോയാലും കാണാവുന്ന ഒരു ഗേറ്റാണ് കേട്ടോ ഈ ഒരു ഗേറ്റ്. ഇവിടെ ചെന്നാലും എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഏത് നോർമലായിട്ടുള്ള ഒരു ബീച്ചിൽ ചെന്നാലും എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഇന്നലെ പോയ ഫോറസ്റ്റ് ബീച്ചിൽ അധികം എൻട്രി ടിക്കറ്റ് ഇല്ലായിരുന്നു. ഇത് 3 ലക്ഷം രൂപയാണ് ആയത്. സോറി ഗൈസ്, 1.5 ലക്ഷം രൂപയാണ് ആയത്. നമ്മൾ പൊതുവേ മലയാളികളെല്ലാം അങ്ങനെയാണല്ലോ, എവിടെ ചെന്നാലും ഇവിടെ അത് കുറഞ്ഞ റേറ്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാതെ ഒരു സുഖം കിട്ടില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് കുഞ്ഞു മാർക്കറ്റാണ്. ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇവർ ആദ്യം ഒരു ഫിക്സഡ് റേറ്റ് പറയും. നമ്മൾ ആ റേറ്റിന് വാങ്ങാൻ പാടില്ല. അത് നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അവരെന്നെ ഇങ്ങോട്ട് പറയും, ബാർഗെയിൻ എന്ന് പറയും. അപ്പം നമ്മൾ അതായത് ഇപ്പോൾ ഒരു 200 ആണെങ്കിൽ നമ്മളത് കുറച്ച് നമുക്ക് മാക്സിമം ഒരു 120 വരെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ അടിയാണ് ഗൈസ്, അടി. ഒരുപാട് ഡ്രീം ക്യാച്ചർ ഉണ്ടല്ലേ. ഇന്നലെ വൂഡിൽ ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതാണ് ലുവാക് കോഫി ഇവിടെ കിട്ടും. അതായത് കാപ്പിക്കുരു ഇതിന് കഴിക്കാൻ കൊടുത്തിട്ട് ഇതിൻ്റെ വേസ്റ്റ് എടുത്താണ് കോഫി ഉണ്ടാക്കുന്നത്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നോക്കി ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും. അതായത് നമ്മൾ ICG സിനിമയിൽ കോഫി കൊണ്ടോടുന്ന ഒരു സംഭവം ഇതുണ്ടല്ലോ, അതാണിത്.
ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു കോഫി കുടിക്കാതെ പോകുന്ന മോശമല്ല. നമുക്കൊരു കോഫി കുടിക്കാം. ലുവ കോഫി, ഒരുപാട് ഇതിൻ്റെ തന്നെ ഒരുപാട് കോഫി ഐറ്റംസ് ഉണ്ട്. നമ്മൾ റെഗുലർ ലുവ കോഫിയാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ കോഫി. അതാണ് കോഫി. ഞാൻ തൊടാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ലുവ കോഫി കുടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ചേട്ടൻ തന്നെ കുടിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു. ചേട്ടൻ എല്ലാ സാധനവും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിങ്ങനെ ചൂടാ എന്ത് കൊള്ളാം. എങ്ങനെയുണ്ട്? നോർമൽ കോഫി പോലെ തന്നെ. മധുരം കുറവാണ്. ഇതിൻ്റെ കോഫിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടെ ഫുഡിനൊക്കെ റേറ്റ് വളരെ കുറവാണ്. ഇതാ ഈ നാസി റൈസ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ബാലിയൻ ഫുഡാണ്. നമ്മൾ ഫസ്റ്റ് വന്നിട്ട് കഴിച്ച ഫുഡ് അതാണ്. അത് നമ്മുടെ റെസ്റ്റോറൻറ്റ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇന്നലെയും ഞാനതല്ലേ കഴിച്ചത്. ഇന്നലെയും ഞാൻ അതാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല. അല്ല, ഇന്നലെ ഞാൻ ഇതാണ് കഴിച്ചത്. നാസി ഡുവേസിൻഡ എന്ന് പറയുന്ന ഇതാണ് ഞാൻ ഇന്നലെ കഴിച്ചത്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഡേ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റാണ്. ബാലിയൻ ഫുഡാണെന്ന് മീൻസ് നമുക്കത് ഇഷ്ടപ്പെടാതെയൊന്നും വരത്തില്ല. ഇതാ നമ്മൾ ആ കാണുന്ന ഗേറ്റ് എന്ന് പറയുന്ന ബാലിയിലെ എല്ലാ ഫേമസ് പ്ലേസിലും ഈ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ ബാലിയൻസിൻ്റെ ഒരു കൾച്ചറൽ ഗേറ്റാണ് അത്. എല്ലാ പ്ലേസിലും ഉണ്ട്. പിന്നെ എന്താ ഈ കാണുന്ന ബോർഡിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് ലാസ്റ്റ് ഇവിടെ എന്നാണ് സുനാമി വന്ന ഏതിലെ കൂടെ നമ്മൾ ഓടി രക്ഷപ്പെടണം അങ്ങനെയുള്ള. കാരണം ഇവിടെ മിക്കവാറും സുനാമി വരാറുണ്ട്. ഇതൊരു ഐലൻഡ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കപ്പിൾസ് അല്ല, മീൻസ് ഇപ്പോൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് പോയി 6 മാസം കഴിയുമ്പോൾ അവർ ബ്രേക്കപ്പ് ആവുമെന്നാണ് പറയുന്നത്. ഇതാണ് ഹോളി സ്പ്രിംഗ് വാട്ടർ. നല്ല ശുദ്ധമായിട്ടുള്ള ജലമാണ്. ഈ കോവിലിന് പറ്റിയിട്ടുള്ള എന്തോ ചുറ്റുപാടൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഈ വാട്ടർ തലയിലോട്ടൊക്കെ ഒഴിച്ചിട്ട് അവർ നെറ്റിയിൽ എന്തോ അരിയൊക്കെ വെച്ച് നമുക്ക് പൂവും തരും. എന്നിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടോ അത് ക്ലോസ് ചെയ്തേക്കുവാണ്. പിന്നെ കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്ന് കാറ്റ കൊണ്ടിട്ട് തിരിച്ചിറങ്ങി. ഏതോ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ 10ാം ക്ലാസ് +2 കാലമൊക്കെയാണ് ഓർമ്മ വന്നത്. ഇവിടുത്തെ അഗർബത്തി ഭയങ്കര ഫേമസാണ്. അത് മാത്രമല്ല നല്ല മണവുമാണ്. ഇന്നലെ തൊട്ടേ നമ്മൾ തിരഞ്ഞ് നടക്കുവാണ്. നമ്മൾ ഈ കടയിലെ ഫ്രണ്ടിലൊക്കെ പോകുമ്പോൾ നല്ല സ്മെല്ലടിക്കും. പക്ഷെ അവരെടുത്ത് തരുന്നത് വേറെ അഗർബത്തീസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഒരു കിടിലൻ സ്മൂത്തി കുടിക്കാൻ പോയാട്ടോ. നല്ല സ്ട്രോബെറി സ്മൂത്തിയാണ് ഞാൻ കുടിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോൺ ഷുഗർ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തോട്ടും പോയില്ല. കാരണം നമ്മൾ വൈകിട്ട് ഫിൻസ് ക്ലബ്ബിലോട്ട് പോകുന്നുണ്ട്. വേറെ സ്ഥലത്ത് പോയാൽ നമുക്ക് ഫിൻസ് ക്ലബ്ബ് മിസ്സാവും. അതുകൊണ്ട് നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് ആ ഒരു നാസി റൈസ് പ്ലേറ്റ്. നല്ല കിഡിലും ടേസ്റ്റാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബാലി പോകണമെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വേറെ എല്ലാ സ്ഥലത്തും കാണുമായിരിക്കാം, പക്ഷേ ബാലിയുടെ തന്നെ മെയിൻ ഡിഷാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഒരു പൂളുണ്ട്. പക്ഷേ അത് കുഞ്ഞു പൂളാണ്. പക്ഷേ പൂള് കുഞ്ഞെങ്കിലും അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. അതോ ആ കാണുന്നത് കടലാണ് കേട്ടോ. അതോ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത് കടലാണ്. നല്ല കിടിലം വ്യൂ ആണ്. നമുക്ക് പൂള് വളരെ കൊച്ചായതുകൊണ്ട് കുറച്ച് നേരം അവിടെ നമ്മൾ ഇരുന്നിട്ട് താഴോട്ട് പോയി. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. കാര്യം അവിടുത്തെ സ്വിമ്മിംഗ് പൂളിന് ആഴമില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ താഴത്തെ സ്വിമ്മിംഗ് പൂളിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാണാം. താഴത്തെ പൂളിൽ ആരും കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. കാരണം എനിക്കൊരു കംഫേർട്ട് കാണത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ പോയി കുറച്ച് നേരം പൂളിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നേരെ റൂമിലോട്ട് വന്നു.
സോ ഗൈസ് നമ്മളിപ്പോൾ ഫിൻസ് ക്ലബിലോട്ട് പോവുകയാണ്. ചെറിയ ക്ലിയർ ഇല്ലല്ലേ ഗൈസ്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫിൻസ് ക്ലബിലോട്ട് പോകാനായിട്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് വെറും 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് എത്തി. ഫിൻസ് ക്ലബ്ബ് ഒരു വേറൊരു ലോകം തന്നെയാണ് ഗൈസ്. പിന്നെ ഇവിടെ എൻട്രി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റ് ഒന്നും വേണ്ട, നല്ല സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സോറി ഗൈസ്, ഞാൻ ഹൊറിസോണ്ടലായിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം അതിനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. നമ്മൾ അതിലോട്ട് ഫുൾ എൻജോയ് ചെയ്താണ് അവിടെ നിന്നത്. അധികം വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എടുത്തത് ഫുൾ വെർട്ടിക്കൽ വീഡിയോ ആയിരുന്നു. പിന്നെ ഭയങ്കര DJയും നല്ല വേറൊരു ലോകം തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബാലി പോകുന്ന ടൈമിൽ ഫിൻസ് ക്ലബ്ബ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല, കാരണം ഭയങ്കര റേറ്റാണ്, നമ്മളെ കൊണ്ട് കൂടത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി. ഞാൻ കുറച്ച് ക്ലിപ്സ് ഇവിടെ കൊടുക്കാം, കാരണം എനിക്ക് മ്യൂസിക് കൊടുക്കാൻ പറ്റത്തില്ല, ഒറിജിനൽ ഓഡിയോ, കാരണം കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ മ്യൂസിക് ഇടാത്ത. പിന്നെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മാക്സിമം നിങ്ങൾ ബാച്ചിലറായിട്ട് വന്നിവിടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊന്നുമില്ല, കപ്പിൾസായിട്ടും വരാം. ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെയധികം എൻജോയ് ചെയ്ത ഒരു പ്ലേസാണ് കേട്ടോ ഫിൻസ് ക്ലബ്ബ്. അങ്ങനെ നമ്മൾ ഫിൻസ് ക്ലബ്ബിൽ പോയിട്ട് വന്നു. നമ്മളെ സ്കൂട്ടിയൊക്കെ തിരിച്ചേൽപ്പിച്ചു, കാരണം നമ്മൾ നാളെ രാവിലെ 11 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കുവാണ്. 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഫേസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലായിരിക്കും. എൻ്റെ തൊട്ടടുത്ത് നല്ല ഗ്രീക്ക് ജർമ്മൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീക്ക് റെസ്റ്റോറൻറ്റ്. നല്ല ആംബിയൻസ് ആണ്. അങ്ങനെ ഞാനൊരു ചിക്കൻ റോളും ചേട്ടൻ എന്താണെന്നോ വാങ്ങി കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഫൈനലി നമ്മുടെ ബാലിയിലെ ലാസ്റ്റ് ഡേ ഇന്നാണ്. ലാസ്റ്റ് ഡേ കഴിഞ്ഞു. ഈ നാളെ മോർണിംഗ് കൂടെ കഴിഞ്ഞാൽ ശുഭം. നാളെ തൊട്ട് റിയൽ ലൈഫിലോട്ട് പോകണം എന്നുള്ളൊരു സങ്കടം. പണിക്ക് പോകണം, ഫുഡ് ഉണ്ടാക്കണം, എന്തൊക്കെയല്ലേ ഗൈസ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ട്രിപ്പാണ്. നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ബാലിയിൽ വരണം. അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഗൈസ്, അങ്ങനെ ഫിൻസ് ക്ലബിലും പോയി ഗ്രീക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ച് ഞാനും ചേട്ടനും റൂമിൽ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് മുന്നേ നമ്മൾ ഇവിടുന്ന് തിരിക്കും. ഇത് നമ്മുടെ ബാലിയിലെ ലാസ്റ്റ് ഡേ ആണ്. നല്ല കിടിലം അമേസിങ് ആയിട്ടുള്ള 5 ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ 4 ദിവസത്തെ വ്ളോഗ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ 5ാമത്തെ ഡേയിലെ വ്ളോഗാണ്. പക്ഷെ ഞാൻ നമ്മൾ ഫസ്റ്റ് വന്ന ഡേയുടെ വ്ളോഗ് അങ്ങനെ എടുത്തിട്ടില്ല. 2, 3, 4 3 ദിവസത്തെ എടുത്തിട്ടുള്ളൂ. മൊത്തം 5 ഡേയ്സ് നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തോടെ ബാലി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് സീരീസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് ഇനിയും ബാലിയിൽ പോകാൻ തോന്നുന്നുണ്ടോ? എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട് എല്ലാം കമൻ്റായിട്ട് പറയുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.